ഒരു 10 പേര് ഒരുമിച്ച് നിന്നാൽ അതിൽ ഒരു 7 പേർക്കെങ്കിലും എന്തെങ്കിലും അസുഖം ഉണ്ടാവും. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, അല്ലെങ്കിൽ കൈവേദന, കാലുവേദന, മുട്ടുവേദന, എന്തെങ്കിലും. അത് ഒരു സാധാരണയായിട്ടുണ്ട് ഇപ്പോൾ. ചെറുപ്പക്കാർക്കാണെങ്കിൽ സ്ട്രെയിൻ, സ്ട്രെസ്സ്, ഡിപ്രഷൻ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. കുറച്ച് പ്രായമുള്ളവർക്കാണെങ്കിൽ കൈവേദന, കാലുവേദന, മുട്ടുവേദന. പിന്നെ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ കേൾക്കുന്ന ഒരു അസുഖങ്ങളാണ് പ്രഷറിൻ്റെ അസുഖങ്ങൾ. അതുപോലെ ചില വളരെ അത്ഭുതം തോന്നും, 40-45 വയസ്സ് പോലും ആയിട്ടുണ്ടാവില്ല, ഷുഗർ, അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ. അപ്പോൾ കുറച്ച് കാലം മുമ്പ് വരെ, അതായത് ഒരു മാക്സിമം പോയാൽ ഒരു 25 വർഷം മുമ്പ് വരെ ഇതുപോലെയുള്ള അസുഖങ്ങളൊന്നും വളരെ കുറവായിരുന്നു. കേട്ടുകേൾവി പോലും ഇല്ലായിരുന്നു എന്ന് പറയാം. അപ്പോൾ ജീവിത രീതികളും ജീവിത സാഹചര്യങ്ങളും മാറിയതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ വരാൻ കാരണം. പിന്നെ പുതിയ പുതിയ ഉപകരണങ്ങളൊക്കെ വന്നതോടുകൂടിയാണ് നമ്മുടെ ജീവിത രീതിക്ക് മാറ്റം വരാൻ തുടങ്ങി. നമ്മുടെ ജോലി ഭാരം കുറഞ്ഞു. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ അധികം പുറത്തേക്ക് ജോലിക്കൊന്നും പോകുമായിരുന്നില്ല. ആണുങ്ങൾ ജോലിക്ക് പോകുമായിരുന്നു. അപ്പോൾ സ്ത്രീകൾ വീട്ടിലിരുന്ന് വീട്ടിലുള്ള ജോലികളെല്ലാം അവർ ചെയ്യുമായിരുന്നു, കുട്ടികളെ നോക്കുമായിരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അവർക്ക് ധൃതി പിടിച്ച് ജോലി തീർക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോഴത്തെ സ്ത്രീകൾ, കുട്ടികൾക്ക് എല്ലാവർക്കും ജോലിയുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൃത്യസമയത്ത് കുട്ടികളെ സ്കൂളിൽ വിടണം, ഹസ്ബൻഡിനെ വിടണം, അവർക്ക് പോകണം. അപ്പോൾ ആ ഒരു ജീവിത സാഹചര്യത്തിനനുസരിച്ച് പുതിയ രീതികൾ നോക്കാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ ജീവിത രീതി മാറിയതനുസരിച്ച് പുതിയ പുതിയ ഇലക്ട്രോണിക്സ്, മിക്സി, ആദ്യമായിട്ട് മിക്സിയാണ് വന്നത്. ഞാൻ ഓർക്കുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ട് മിക്സിയാണ് വാങ്ങിയത്. പിന്നെ ഫ്രിഡ്ജ് വാങ്ങി, പിന്നെ AC വാങ്ങി, വാഷിംഗ് മെഷീൻ വാങ്ങി. അങ്ങനെ ഓരോരോ ഉപകരണങ്ങൾ നമ്മൾ വാങ്ങി. അത് നമുക്കത് ആവശ്യമായിരുന്നു. പക്ഷേ അത് നമ്മളുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. പണ്ടിപ്പോൾ സ്ത്രീകൾ അമ്മിക്കല്ലിലാണ് അരച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അലക്കുന്നത് കല്ലിലായിരുന്നു. അപ്പോൾ ഓരോ ജോലി ചെയ്യുമ്പോഴും നമ്മളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും നന്നായി വ്യായാമം ചെയ്യുന്നുണ്ട്, നമ്മളറിയാതെ തന്നെ. കുളത്തിൽ നിന്ന് വെള്ളം കോരും, കിണറ്റിൽ നിന്ന് വെള്ളം കോരും, മിറ്റമടിക്കും, നമ്മുടെ മുറികളെല്ലാം അടിച്ചു വാരി കുനിഞ്ഞിരുന്ന് തുടയ്ക്കും. അപ്പോൾ അതൊക്കെ ശരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിനെല്ലാം, ഇപ്പം മിറ്റടിക്കുമ്പോൾ നമ്മളുടെ കൈ, നമ്മളുടെ നടു എല്ലാം പ്രവർത്തിക്കും. അരയ്ക്കുമ്പോൾ നമ്മൾ അസലായിട്ട് നമ്മുടെ ഷോൾഡർ ഉപയോഗിച്ചാണ് നമ്മളത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിന് വേണ്ട എക്സർസൈസ് കിട്ടിക്കൊണ്ടിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് എക്സർസൈസ് ഒന്നും കിട്ടുന്നില്ല ശരീരത്തിന്. നമുക്ക് സമയവുമില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ഈ IT ജോലി ചെയ്യുന്ന, IT മേഖലയിലാണല്ലോ ഇപ്പം മിക്കവർക്കും ജോലി. അവർക്ക് പ്രഷർ, അതുകൊണ്ട് ഹൈപ്പർ ടെൻഷൻ, സ്ട്രെസ്, സ്ട്രെയിൻ, അങ്ങനെയുള്ള, അതുകൊണ്ടാണ് ഈ BP ഒക്കെ കൂടി പ്രഷറൊക്കെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അതും ജീവിത സാഹചര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആരും തന്നെ നമ്മുടെ സ്വന്തം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ആരോഗ്യപരമായ ശരീരം നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? നമുക്ക് യാതൊരു ചിലവുമില്ലാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, പക്ഷെ കുറച്ച് സമയം നമ്മളതിനു വേണ്ടി കണ്ടെടുത്തേ പറ്റൂ. കണ്ടെടുത്താൽ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ശരീരത്തിൻ്റെ ആ ആരോഗ്യം, ആ ഓജസ്, ആ ഉണർവൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. നമുക്കുള്ള ഈ അസുഖങ്ങളെല്ലാം ആദ്യം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്കുള്ള ഈ അസുഖങ്ങളിൽ 80% മാനസികമായിട്ടുള്ളതാണ്. ഒരു 20% മാത്രമേ ശരിക്കും അസുഖമുള്ളൂ. കാലുവേദന എന്ന് പറഞ്ഞാലും, നടുവേദന എന്ന് പറഞ്ഞാലും, കൈവേദന എന്ന് പറഞ്ഞാലും, ഷോൾഡർ പെയിൻ എന്ന് പറഞ്ഞാലും 80% നമ്മുടെ മനസ്സിൻ്റെ ഫീലിംഗാണ്. 20% മാത്രമേ നമുക്ക് സത്യത്തിൽ അസുഖമുള്ളൂ. അത് നമ്മൾ ഒരു മരുന്നും കഴിക്കാതെ, ഒരു ഹോസ്പിറ്റലിലും പോകാതെ നമുക്ക് സെൽഫായിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ, നമ്മൾ വിചാരിച്ചാൽ. അപ്പോൾ
ഇപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാക്കി തുടങ്ങി. എല്ലാവരും അവരുടേതായ രീതിയിൽ ശരീരത്തിന് വേണ്ട വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങി. സ്ത്രീകളാണെങ്കിൽ സുംബ, ഡാൻസ്, തിരുവാതിര കളി, പിന്നെ ജിമ്മിലും പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആണുങ്ങളാണെങ്കിലും ഷട്ടിൽ കളിക്കാൻ പോകും, ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, വോളിബോൾ, ഫുട്ബോൾ, കരാട്ടെ, അങ്ങനെയുള്ള എല്ലാ ഇതിനും പോകുന്നുണ്ട്. ശരി, ഈ പോകുന്ന എല്ലായിടങ്ങളിലും നമുക്ക് ശരീരത്തിന് വേണ്ട എക്സർസൈസ് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് വേണ്ടത് അതിനേക്കാൾ ഉപരിയായിട്ട് മനസ്സിനാണ് എക്സർസൈസ് കിട്ടേണ്ടത്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഇപ്പോൾ നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ വളരെ കുറവാണിപ്പോൾ. എല്ലാവരും തന്നെ ഫിനാൻഷ്യലി വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ സമാധാനം കിട്ടുന്നില്ല. അത് ഈ ഇപ്പോൾ ജോലിയുടെ പ്രഷർ കൊണ്ടാണ് നമുക്ക് സമാധാനം കിട്ടാത്തത്. ഒരുപാട് പ്രഷറുകളുണ്ട്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം എന്താണെന്നറിയാമോ? നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിന് വേണ്ട ചികിത്സ കൊടുത്താൽ അത് വളരെ നിസ്സാരമായി ഒരു ചിലവുമില്ലാതെ സന്തോഷത്തോടുകൂടി സമാധാനപരമായിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. ഞാൻ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പടിപടിയായി നിങ്ങളെ കാണിച്ചു തരാം. വളരെ ലളിതമായി. നിങ്ങൾ കുറച്ച് സമയം ചിലവാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം നമ്മുടെ മനസ്സിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് ഭാഗം അത് ഞാൻ കാണിച്ചു തരാം. വളരെ ലളിതമായ സംഭവമാണ്, എല്ലാവർക്കും സാധിക്കുന്നതാണ്. അത് നമ്മൾ ചെയ്താൽ, കുറച്ച് സമയം നമ്മൾ അതിനു വേണ്ടി ചിലവഴിച്ചാൽ നമ്മളുടെ മനസ്സ്, ഈ സ്ട്രെയിൻ എന്ന് പറയുന്ന ഒരു സംഭവം, മനസ്സിൻ്റെ അസുഖം, ഈ ആദിയാണ് വ്യാധിയായി മാറുന്നത്. മനസ്സിൻ്റെ അസുഖമാണ് നമുക്ക് വേറെ അസുഖമായിട്ട് മാറുന്നത്. മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ചാൽ പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കോളൂ. ചെറുപ്പക്കാരായിക്കോട്ടെ, കുറച്ച് പ്രായമുള്ളവരായിക്കോട്ടെ, എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ മനസ്സിനെ എങ്ങനെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുക എന്നുള്ളത് ഞാൻ ഓരോ പടിപടിയായിട്ട് പറഞ്ഞു തരാം. അത് നമുക്ക് ചെയ്യാം. ഓക്കെ, ശരി.